എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 43-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. താവത് സദാനവരോപി ജദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപ തദനുക്ഷതപാം സുഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. താവത് എന്നാൽ അപ്പോൾ, സ ദാനവവര അപിച്ച ലൂനവേഗ ആ അസുരനും അങ്ങയുടെ ഭാരം കൊണ്ട് വേഗം കുറഞ്ഞ്, ദീനമൂർത്തി സങ്കോചം ആപ ദേഹം ക്ഷീണിച്ച് ചുരുണ്ടുപോയി ആ രാക്ഷസൻ, ഭാവത്കഭാര പരിധാരണ അങ്ങയുടെ ഭാരം വഹിക്കാൻ കഴിയാതെ, തദനു അതിനെ തുടർന്ന്, ക്ഷതപാംസു ഘോഷേ ഘോഷേ പൊടിയും കോലാഹലവുമടങ്ങിയ ആ അമ്പാടിയിൽ മറ്റൊരു ഘോഷം കേട്ടു. അതെന്തായിരുന്നു? വ്യതായത ഭവജ്ജനനീ നിനാദ അങ്ങയുടെ അമ്മയുടെ കരച്ചിൽ എങ്ങും പൊങ്ങിപ്പരന്നു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പെട്ടെന്ന് ശരീരം ക്ഷീണിച്ചു പോയ ആ രാക്ഷസൻ അങ്ങയുടെ ഭാരം വഹിക്കാൻ കഴിയാത്തവനായി തീർന്നു. അല്പസമയത്തിനുള്ളിൽ അവൻ ചലനമില്ലാത്തവനാകുകയും പൊടിപടലങ്ങൾ വീണൊതുങ്ങിയ അമ്പാടിയിൽ അങ്ങയുടെ മാതാവിൻ്റെ നിലവിളി മാത്രം വ്യാപിക്കുകയും ചെയ്തു. അതായത് ഭഗവാന്റെ കനം ആർക്കാ താങ്ങാനാവുക? കഴിഞ്ഞ ശ്ലോകത്തിൽ യശോദാമ്മയ്ക്ക് കുട്ടിയുടെ കനം വർദ്ധിച്ചു വരുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഈ തൃണാവർത്തൻ വന്ന് കാറ്റായിട്ട് ഭഗവാനെ, ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി. പക്ഷേ അനുനിമിഷം ഭഗവാന്റെ കനം വർദ്ധിച്ചു വന്നപ്പോൾ ആ രാക്ഷസന് ഭഗവാന്റെ കനം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഭാരം താങ്ങാൻ വയ്യാതെ ആയി. ആ സമയത്താണ് യശോദാമ്മ ഓടി വന്ന് ഉറക്കെ കുഞ്ഞിനെ കാണാഞ്ഞ് കരയുന്നത്. ഹരേ കൃഷ്ണ.